Hi friends, welcome to Grandmother Tips. ഇന്നത്തെ വീഡിയോയിൽ ബാത്റൂമിന്റെ ടൈലുകളും കിച്ചന്റെ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവരാണ് നമ്മളൊക്കെ അല്ലേ? അപ്പോൾ അവർക്കൊക്കെ ഒരു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്കിനി ഒരു മടിയില്ലാതെ ഈസിയായി ക്ലീൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഫസ്റ്റ് വേണ്ടത് ഉപ്പാണ്. ഒരു സ്പൂണ് ഉപ്പ്. നമ്മൾ ബാത്റൂമിന്റെ ലെവലിനനുസരിച്ചിട്ട് 1-2 സ്പൂൺ കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സോഡാപ്പൊടി, 1 സ്പൂണ് സോഡാപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ, വിനാഗിരി കേട്ടോ. വിനാഗിരി കുറച്ചങ്ങോട്ട് ഒഴിക്കാം. മൂന്നാല് സ്പൂൺ ഒഴിക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഡിഷ് വാഷ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ്. അത് നമുക്ക് കുറച്ച് കൂട്ടിലങ്ങോട്ട് ചേർക്കാം. ശേഷം നമ്മൾ വെള്ളം മിക്സ് ചെയ്തിട്ടില്ലല്ലോ, വെള്ളം മിക്സ് ചെയ്യണ്ടേ? വെള്ളം മിക്സ് ചെയ്യാം. വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇത് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി എടുത്ത് മിക്സ് ചെയ്തുള്ളൂ. ആ സോഡാപ്പൊടി ഉപ്പൊക്കെ നന്നായി ലയിക്കണം ഇതിലേക്ക് കേട്ടോ. ഈ ഉപ്പും സോഡാപ്പൊടിന്റെയും ആ ഒരു മിക്സ് ഭയങ്കര കേട്ടോ. നല്ലവണ്ണം പ്രവർത്തിക്കും, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും അത് കേട്ടോ. നമുക്കിതൊരു ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലാക്കണം. വലിയ സ്പ്രേ ബോട്ടിൽ ഇടേണ്ട. വലിയ സ്പ്രേ ബോട്ടിൽ ഞാൻ ചെടികൾക്കുള്ള പുകയില കഷായം വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുക്കാം കേട്ടോ. വലിയ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ വലിയ സ്പ്രേ ബോട്ടിൽ എടുക്കാം. ഞാനിപ്പോൾ പയറിനൊക്കെ പുകയില കഷായം അടിച്ചിട്ട് അതിലത് ഒഴിച്ചു വെച്ചിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുക്കുന്നത്. നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ചുകൂടി വെള്ളം കൂട്ടി ചേർക്കാവുന്നതാണ്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് ഈസിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യം കേട്ടോ. ടൈല് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതായത് ഇത് കണ്ടോ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ ഇതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം ഒരു ബ്രഷ് എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കി കൊടുക്കുക കണ്ടോ. ഈസിയാണ്, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ആ കളറ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. കണ്ടോ? കണ്ടോ ഇറങ്ങി വരുന്നുണ്ടോ കളറ്? കണ്ടില്ലേ എത്ര ഈസി ആയിട്ട് വരുന്നത്? ഒന്നും ഞാൻ ചെയ്തില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ് ആക്കിയത്. കണ്ടോ ടൈലിലെ കറ ഇനി ഇവിടത്തെ കറ കണ്ടോളൂ. നന്നായിട്ട് നിറം വരാൻ ബെസ്റ്റാണ് കേട്ടോ. ചളി ഇറങ്ങി വരുന്നുണ്ടോ? കണ്ടില്ലേ? ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു വിടാം കേട്ടോ. വളരെ എളുപ്പമുള്ള പരിപാടിയല്ലേ? എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് നിറം വരാൻ ബെസ്റ്റാണ്. കണ്ടോ? അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ശരിക്കും നല്ലൊരു എഫക്റ്റ് ആണ്. നമുക്കിങ്ങനെ ചളിയിൽ നിന്നും ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ല സ്റ്റീൽ സ്ക്രബറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതാവും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്
ഉപ്പൊക്കെ ഇട്ടോടെ നല്ലോണം അഴുക്ക് പോകട്ടോ. അപ്പൊ ഇത് ഇതുപോലെ ചെയ്ത് നോക്കുക. നമുക്ക് എപ്പോഴും മടിയായിരിക്കും എന്തൊക്കെ ടോയ്ലറ്റിന്റെ വോൾ ടൈല് ക്ലീൻ ചെയ്യാനായിട്ട്. ഫ്ലോറല്ല, വോൾ ടൈൽ ക്ലീൻ ചെയ്യാൻ കുളിക്കുമ്പോഴൊക്കെ ആകുമ്പോൾ നല്ല മടിയല്ലേ, കുളിക്കുമ്പോൾ സോപ്പ് ഇതൊക്കെ ആകുമ്പോൾ. അപ്പൊ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ വരാം. ബൈ.